യെസ്, മറ്റൊരു വന്ദേ ഭാരത് കൂടി യാത്ര ആരംഭിക്കുമ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷകൾ. ലിയോൺസ് ജെ ഇപ്പോൾ ഫ്രണ്ട്സ് ഓഫ് റെയിൽസിന്റെ സംഘടനാ പ്രതിനിധി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ലിയോൺസ്, ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം കേരളം എന്നത് ഏറ്റവും അധികം ഉപഭോക്താക്കളെ നൽകുന്ന സംസ്ഥാനം കൂടിയാണ്. പ്രത്യേകിച്ച് മികച്ച യാത്രാ സൗകര്യങ്ങളെയാണ് മലയാളികൾ പൊതുവെ പ്രയോജനപ്പെടുത്താറുള്ളത്. അത് വന്ദേ ഭാരതിന്റെ കാര്യത്തിൽ ഇതിനോടകം തന്നെ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞതാണ്. നിരവധി ഉപഭോക്താക്കൾ യാത്രക്കാരെ കേരളത്തിൽ നിന്ന് ലഭിക്കുന്നു. ഫുൾ സീറ്റിൽ ആണ് ഈ വന്ദേ ഭാരത് എപ്പോഴും യാത്ര നടത്തുന്നത്. അതിലേക്ക് മറ്റൊരു സർവീസ് കൂടി ആരംഭിക്കുമ്പോൾ അത് എത്രത്തോളം ഗുണകരമാകുമെന്നാണ് ലിയോൺസ് പ്രതീക്ഷിക്കുന്നത്? വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ യാത്രക്കാർ ഈ ഒരു പ്രഖ്യാപനത്തെ കേട്ടത്. കാരണം വളരെ വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ് ഇപ്പോ ഒരു വന്ദേ ഭാരതിന്റെ രൂപത്തിൽ യാത്രക്കാർക്ക് എത്തിക്കുന്നത്. കാരണം ഈ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും വളരെ തിരക്കാണ്. റിസർവേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ദിവസം തന്നെ അത് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പൊ നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നതാണ് ബാംഗ്ലൂർ ഭാഗത്തേക്ക് കൂടുതൽ ട്രെയിനുകൾ വേണമെന്നുള്ളത്. അപ്പൊ ഇത് ഇപ്പൊ വന്ദേ ഭാരത് വന്നു. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നം നമുക്ക് തോന്നുന്നത് അപ്പം 8 കോച്ച് മാത്രമാണ്. ഒരിക്കലും ഈ ആവശ്യത്തെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇത് കിട്ടിയതുള്ളത് വളരെ സന്തോഷമാണ്. അതുപോലെ സമയം, അതായത് 600 സീറ്റുകൾ എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അത് അത്രയും ഇല്ല എന്നാണോ, അതെയോ അതിൽ കൂടുതൽ വേണമെന്നാണോ? കൂടുതൽ വേണം. കാരണം ഈ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള തിരക്ക് അത് അനുഭവിക്കുന്നവർക്കും അത് ദിവസം യാത്ര ചെയ്യുന്നവർക്കേ മനസ്സിലാവുള്ളൂ. കാര്യം സീറ്റുകള് ഫ്ലൈറ്റിനേക്കാൾ ചാർജാണ് ബസ്സുകാർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൊള്ള ലാഭം. നമ്മൾ പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ട്രെയിൻ ഇടുന്നത് പോലും ചിലപ്പോൾ ഒരാഴ്ച മുമ്പായിരിക്കും. അപ്പൊ അതിനു മുമ്പേ ബസ്സിലെ സീറ്റുകളൊക്കെ ഫുള്ളായിരിക്കും. പിന്നീട് വളരെ കുറച്ച് പേർക്ക് അത് പ്രയോജനം കിട്ടുന്നുള്ളൂ. അപ്പൊ കൂടുതൽ ട്രെയിനുകൾ ഓടിക്കണമെന്നുള്ള ആവശ്യങ്ങൾക്ക് ഒരു ചെറിയൊരു പരിഹാരമാവുകയാണ് ഈ വന്ദേ ഭാരതിലൂടെ. പക്ഷെ അത് 8 കോച്ചാണെന്നുള്ളത് ഒരു പരിമിതിയാണ്. കോച്ചിന്റെ എണ്ണം കൂട്ടി വന്ദേ ഭാരത് വീണ്ടും കൂടുതൽ വന്ദേ ഭാരത് വരണമെന്നുള്ളത് കൂടിയാണ് യാത്രക്കാരുടെ ആവശ്യം. യെസ്, വളരെ നന്ദി ശ്രീ ലിയോൺസ്. ഒരു കാര്യം കൂടെ പറഞ്ഞോളൂ. ഈ വന്ദേ ഭാരത് ഇപ്പം ഇവിടെ എറണാകുളത്ത് വരുന്നൊരു സമയമുണ്ട്. 11 മണിയോടുകൂടിയാണ് വരുന്നത്. സോറി, 1:50 കൂടിയാണ് അവിടുന്ന് രാവിലെ വരുന്ന ട്രെയിൻ വരുന്നത്. ഈ വരുന്ന സമയത്ത് ഇതിനൊരു കണക്ഷൻ ട്രെയിനായിട്ട് മെമു കിട്ടിയാൽ തെക്കൻ കേരളത്തിലുള്ളവർക്ക് വലിയ പ്രയോജനമാണ് ഈ ഒരു സമയത്ത്. അപ്പൊ അതും കൂടി റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ വലിയ ഉപകാരമായിരിക്കും എന്നൊരു അഭിപ്രായമുണ്ട്. നിങ്ങൾ ഈ കൂട്ടായ്മകൾ അത്തരം ശ്രമങ്ങൾ നടത്താറുണ്ടോ? നമ്മൾ വർഷങ്ങളായിട്ട് പറയുന്നതാണ് ആ ഒരു സമയത്ത് ഒരു മെമു ട്രെയിൻ തെക്കൻ കേരളത്തിലേക്ക് വേണം. തിരുവനന്തപുരം ഭാഗത്തേക്ക് വേണം. അതെ, അപ്പൊ ഇതിനൊരു കണക്ഷൻ കൂടെ കിട്ടാന്നുണ്ടെങ്കിൽ യാത്രക്കാർക്ക് വളരെയധികം പ്രയോജനം. വന്ദേ ഭാരത് അവിടെ വന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു 2:30 ഒരു മെമു ഇപ്പൊ കൊല്ലം ഭാഗത്തേക്കോ കൊല്ലം ഭാഗത്തേക്ക് കിട്ടാൻ അത് വലിയ പ്രയോജനം ചെയ്യും യാത്രക്കാർ. ശരി, വളരെ നന്ദി ശ്രീ ലിയോൺസ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. അതായത് കണക്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു ട്രെയിൻ കൂടി മെമു ഉണ്ടെങ്കിൽ യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ കൂടുതൽ പരിഹരിക്കപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത്. നവമി, ഇത്തരത്തിലുള്ള ചില ആവശ്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ പുതിയ സർവീസുകൾ ആരംഭിക്കുമ്പോൾ പൊതുവെ കേരളത്തിൽ തീർച്ചയായും ഉപഭോക്താക്കൾ ഉണ്ടാകും. ഇപ്പോൾ ലിയോൺസ് തന്നെ പറഞ്ഞതുപോലെ ഈ ബാംഗ്ലൂരിലൊക്കെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രം പോകുന്നവരുടെ പട്ടിക പരിശോധിച്ചാൽ പോലും ആയിരക്കണക്കിനാണുള്ളത്. അതോടൊപ്പം തന്നെ ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പോകുന്നവർ അവർ ഈ ട്രെയിൻ പ്രയോജനപ്പെടുത്തി കേരളത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് അതേ സമയത്ത് തന്നെ തെക്കൻ കേരളത്തിലേക്കൊക്കെ ട്രെയിൻ ഉണ്ടെങ്കിൽ കൂടുതൽ പ്രയോജനപ്രദമാകുമെന്ന പ്രതീക്ഷയൊക്കെ പുലർത്തുന്നുണ്ട്. എന്തായാലും ഈ വന്ദേ ഭാരത് അധികമായി എത്തുമ്പോൾ ആളുകൾ വലിയ സന്തോഷത്തിൽ തന്നെ ആയിരുന്നു. അതെ അഭിലാഷ്, ഇപ്പോൾ എറണാകുളത്ത് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർക്ക് മറ്റ് ജില്ലകളിലേക്ക്, ഇപ്പോൾ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ഭാഗങ്ങളിലേക്ക് പോകുന്നവർക്ക് ആ സമയത്തൊരു കണക്ഷൻ ട്രെയിനും കൂടി ഉണ്ടെങ്കിൽ വളരെ സൗകര്യപ്രദമായിരിക്കും, വളരെ ഉപകാരപ്രദമായിരിക്കും. എന്തായാലും ഈ ട്രെയിൻ സ്ഥിരം യാത്ര ചെയ്യുന്നവരുടെ ഒക്കെ അസോസിയേഷൻ ഉണ്ട്. ഇവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേയോട് ഇക്കാര്യം അറിയിക്കുമെന്നാണ് നമുക്കും അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വന്ദേ ഭാരത് ഈ ഒരു പുതിയ ട്രെയിൻ കൂടി വന്നതോടുകൂടി നിരവധി പേർക്കാണ്, അത് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളുണ്ട്, ടെക്കികളുണ്ട്, ഇവരൊക്കെ നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടിയാണ് ഈ നാട്ടിലേക്ക് വരുന്നത്. അവർക്കൊക്കെ വളരെ സൗകര്യപ്രദമായിട്ടുള്ള സമയം, വളരെ സമയം ചുരുങ്ങിയ സമയം കൊണ്ട് 8 മണിക്കൂർ കൊണ്ട് എറണാകുളത്തേക്ക് എത്തുക അല്ലെങ്കിൽ കേരളത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്, വലിയൊരു കാര്യം തന്നെയാണ്. അത് യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെ സന്തോഷവുമുണ്ട്.
നമ്മൾ ട്രെയിനിൽ വെച്ച് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വന്ദേ ഭാരതിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളായിരുന്നു ഉണ്ടായിരുന്നത്. അത് 3 സ്കൂളുകളിലെ കുട്ടികളുണ്ടായിരുന്നു. KV സരസ്വതി വിദ്യാലയം, അമൃത സ്കൂളുകളിലെ കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് വലിയ സന്തോഷമാണ് പങ്കുവെച്ചത്. ആ പങ്കുവെച്ച സന്തോഷ പ്രകടനങ്ങൾ നമ്മുടെ പക്കലുണ്ട്. നേരത്തെയാണ് നവമി എറണാകുളത്ത് വെച്ച് ആ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പാണ് നവമി ഈ വിവരങ്ങൾ ശേഖരിച്ചത്. അതിനുശേഷം നവമി തീർച്ചയായും ആ പ്രതികരണത്തിലേക്ക് പോകാം, കുട്ടികൾ സന്തോഷമടക്കം. അതിനു മുമ്പ് ശ്രീ അനിൽകുമാർ, ശ്രീ വി അനിൽകുമാർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനിൽകുമാർ, ഇതാ ഒരു വന്ദേ ഭാരത് കൂടി കേരളത്തിന് ലഭ്യമാകുന്നു. ഇതിപ്പോൾ നമ്മുടെ നിരന്തരമായ ആവശ്യം കൂടിയാണ്. ഇത്തരത്തിലുള്ള സർവീസുകൾ, അതായത് കൂടുതൽ ലക്ഷറി ആയിട്ടുള്ള സർവീസുകൾ, കൂടുതൽ വേഗത്തിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന സർവീസുകളൊക്കെ നമുക്ക് ആവശ്യമുണ്ട് എന്നത്. അത് 2024 ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ ആ സർവീസിന് പോലും ലഭിച്ച സ്വീകാര്യത നമുക്കറിയാവുന്നതാണ്. ഇത്തരം വന്ദേ ഭാരതുകൾക്കുള്ള സാധ്യത ഇനിയും കേരളത്തിലുണ്ടോ? ഇപ്പോഴത്തെ ഈ വന്ദേ ഭാരതിനെ ഏത് നിലയിലാണ് കാണുന്നത്? പുതിയ ഫാസ്റ്റസ്റ്റ് ട്രെയിനുകളൊക്കെ നമ്മുടെ റൂട്ടിൽ വരുന്നത് സ്വാഗതാർഹമാണ്. കാരണം നമ്മുടെ ജനവിഭാഗത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള യാത്രകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡ് മാർഗങ്ങളെല്ലാം വളരെ മോശപ്പെട്ട സ്ഥിതിയിൽ നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഇങ്ങനെയുള്ള പുതിയ ട്രെയിനുകൾ റെയിൽവേ ആരംഭിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ റെയിൽവേ ഇങ്ങനെയുള്ള പുതിയ ട്രെയിനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിലൂടെ ഉണ്ടാക്കണം. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതിന്റെ അറ്റകുറ്റപ്പണികളും കാര്യങ്ങളും നോക്കുവാൻ വേണ്ടിയും ഈ വാഹനത്തില് ടിക്കറ്റ് പരിശോധകരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലും അത് ആനുപാതികമായിട്ടുള്ള തൊഴിലാളികളെ കൂടി വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കണം പുതിയ ട്രെയിനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് സദേൺ റെയിൽവേ മസൂരിന്റെ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ അതിൽ പരിമിതികൾ ഉണ്ട് എന്നാണോ താങ്കൾ പറയുന്നത്? ജീവനക്കാർ കുറവാണ് എന്നാണോ? തീർച്ചയായിട്ടും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ജീവനക്കാർ ആനുപാതികമായിട്ട് കുറവ് തന്നെയാണ്. വളരെ നന്ദി ശ്രീ അനിൽകുമാർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. നേരത്തെ നവമി സൂചിപ്പിച്ചിരുന്നു, വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ കന്നി യാത്ര എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു യാത്രയാണ്. കാരണം ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നു. 11-ാം തീയതി മുതലാണ് സർവീസ് ആരംഭിക്കുന്നത്. ആ യാത്രയുടെ ഭാഗമാകുന്നവർ, ആ യാത്രയുടെ ഭാഗമായവർ, ഒപ്പം യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അവർ വലിയ ആവേശത്തോടെയും ആഹ്ലാദത്തോടെയും ഒക്കെയാണ് ആ യാത്രയെ നോക്കിക്കണ്ടത്. നമുക്ക് ആ പ്രതികരണങ്ങൾ കൂടി ഒന്ന് കാണാം. നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് 20 പേരുണ്ട്. 20 പേര്. എക്സൈറ്റഡ് ആണ്? ആദ്യമായിട്ടാണോ കയറുന്നത്? എന്ത് തോന്നുന്നു? നല്ലതായിട്ടുണ്ട്. സന്തോഷം? ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതെ, ഭയങ്കര കംഫർട്ടബിൾ ആണ്. വേഗം നമുക്ക് എത്താൻ പറ്റും. അതെ. ഇനിയും ഇതുപോലത്തെ ട്രെയിനുകൾ വേണമെന്നുണ്ട് ആവശ്യമുണ്ടോ? ആബ്സല്യൂട്ട്ലി ആവശ്യമുണ്ട്. ഒരു ഹായ് പറയും എല്ലാവരും കൂടി. ഓക്കെ, അപ്പൊ നിങ്ങൾ എവിടെ? KV നമ്പർ 2. എപ്പോഴായിരുന്നു പെർഫോമൻസ്? കുറച്ചു നേരമായി കഴിഞ്ഞു. സുരേഷ് ഗോപി MP. നിങ്ങളും തൃശ്ശൂർ ഇറങ്ങും? എങ്ങനെയുണ്ട് ട്രെയിനിൽ കയറിയിട്ട്? നല്ല ഭംഗിയാണ്, നല്ല കംഫർട്ടബിൾ ആണ്. സന്തോഷത്തിലാണ്? ആദ്യമായിട്ടാണ് കയറുന്നത്? അല്ല, ഫസ്റ്റ് ടൈം. എങ്ങനെയുണ്ട് വന്ദേ ഭാരതിന്റെ യാത്ര? നല്ല രസമുണ്ട്. മറ്റു ട്രെയിനിലെ കാട്ടിയൊക്കെ വലിയ സൗകര്യമാണ്. സ്വസ്ഥായിട്ട് വലിയ ശബ്ദമൊന്നുമില്ല, തിരക്കൊന്നുമില്ല. തിരക്കില്ല. അങ്ങനെ നല്ല